Lent, it is the time of going very deeply into ourselves. നോമ്പുകാലം, നമ്മുടെ ജീവിതം, ദൈവവും മനുഷ്യരും തമ്മിലുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, ഇവയെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു സമയം കൂടിയാണല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 18 വരെയാകുന്നു. നമ്മുടെ ഗഹനമായ ചിന്തയ്ക്കായി 10-ാമത്തെ വാക്യം: ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രസ്തുത വേദഭാഗത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഒരു സത്യമുണ്ട്. പൗലോസ് കഷ്ടതയെ തൻ്റെ ജീവിതത്തിൻ്റെ അന്തർലീനമായ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് വി ഹാവ് ടു ആസ്ക് 2 questions. ഒന്നാമതായി, പൗലോസ് പരാമർശിക്കുന്ന കഷ്ടത തൻ്റെ സ്വജീവിതത്തോട് ബന്ധപ്പെട്ടത് മാത്രമാണോ, അതോ എല്ലാ മനുഷ്യർക്കും ബാധകമാണോ? രണ്ടാമതായി, കഷ്ടത എല്ലാ മനുഷ്യർക്കും ബാധകമാണെങ്കിൽ നാം അതിനെ എങ്ങനെ നേരിടണം? നാം ദൈവവചനം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും സ്വജീവിതത്തെ വളരെ ഗഹനമായി പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, കഷ്ടത മനുഷ്യ അസ്തിത്വത്തിൽ അന്തർലീനമായ മാറ്റപ്പെടാത്ത സത്യമാണെന്ന്. Suffering can be physical, emotional or spiritual, but suffering will always be there in human life. അങ്ങനെയാണെങ്കിൽ കഷ്ടതയെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെ ഒരു അനുഗ്രഹീതമായ മനുഷ്യജീവിതം നയിക്കുവാൻ സാധിക്കും? സാധാരണമായി കഷ്ടതയോട് 3 തരത്തിലുള്ള റെസ്പോൺസാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ, we try to avoid the suffering. Second one, we try to run away from the suffering. Third one, we surrender in front of suffering and accept defeat. അവിടെയാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ പൗലോസ് നിർദ്ദേശിക്കുന്ന 4th റെസ്പോൺസിനെ പറ്റി നാം ചിന്തിക്കേണ്ടത്. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, കഷ്ടത നമ്മെ ശാരീരികവും മാനസികവും ആത്മികവുമായി ദുർബലപ്പെടുത്തുന്നു. എങ്കിലും നാം ആ ദുർബലതയിൽ ശക്തരാകുന്നു. ഹൗ? പൗലോസ് പറയുന്നത്, മൺപാത്രങ്ങളെപ്പോലെ നാം വളരെ ക്ഷണികരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ദുർബലതകളെ അതിജീവിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്നു. ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന നേരത്തിൽ അതിശക്തമായ വേദനകളിലൂടെ കടന്നുപോയി. എന്നാൽ അവൻ്റെ ഉള്ളിൽ വസിച്ച ദൈവസാന്നിധ്യം ആ വേദനകളുടെ നടുവിലും മാനുഷികമായി അവൻ നിർവഹിക്കേണ്ട എല്ലാ ചുമതലകളെയും നിർവഹിപ്പാൻ അവനെ ശക്തനാക്കി. അതുമാത്രമല്ല, ഉയർപ്പിൻ്റെ ശേഷവും ക്രിസ്തു തൻ്റെ ശരീരത്തിലുള്ള എല്ലാ മുറിപ്പാടുകളെയും വഹിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ജീവിതം നയിച്ചു. ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പും ആശ്വാസവുമാകുന്നു. നാം പലതരത്തിലുള്ള മുറിവുകളെ വഹിക്കേണ്ടി വരുമായിരിക്കാം. എന്നാൽ നമ്മിൽ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് നമ്മെ ശക്തനാക്കുന്നു. അനുഗ്രഹീത സാക്ഷ്യജീവിതം നയിപ്പാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അത്യന്തികമായ ദൈവശക്തിയിൽ വിശ്വസിക്കാം. ദൈവത്തിൽ വിശ്വസിക്കാം. അവൻ നമ്മെ നടത്തുവാൻ മതിയായവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കഷ്ടതകളെ കീർത്തിച്ചിഹ്നമായി വഹിച്ചുകൊണ്ട് അനുഗ്രഹീത ജീവിതം നയിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ആമേൻ.